നമസ്കാരം, ഞാൻ ഡോക്ടർ VT ഹരിദാസ്, തൃശൂർ ആത്രേയ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. ക്യാൻസറും ഹൃദ്രോഗവും കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഒരു രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. തലച്ചോറിലേക്ക് ഉണ്ടാകുന്ന രക്തപ്രവാഹത്തിന്റെ അപാകത മൂലമാണ് ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത്. സ്ട്രോക്ക് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇസ്കെമിക് സ്ട്രോക്ക്, അതുപോലെ രക്തക്കുഴൽ പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഹെമറാജിക് സ്ട്രോക്ക് അഥവാ രക്തസ്രാവം. ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവ്, നാവിനുണ്ടാകുന്ന കുഴച്ചിൽ, സംസാരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മുഖത്തിനുണ്ടാകുന്ന കോട്ടം അഥവാ ബോധക്ഷയം, ഇവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അത് തിരിച്ചറിഞ്ഞ് രോഗിയെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്ക് സെന്ററിൽ എത്തിക്കാൻ ശ്രമിക്കണം. തലയ്ക്ക് വേണ്ട CT സ്കാൻ അഥവാ MRI സ്കാൻ ചെയ്ത് നോക്കി അത് ഏത് തരം സ്ട്രോക്ക് ആണെന്ന് തീരുമാനിക്കണം. സ്ട്രോക്ക് സംഭവിച്ചാൽ ഒരു ആദ്യത്തെ 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ രോഗിയെ ഈ ടെസ്റ്റിന് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ചികിത്സ കൃത്യമായിട്ട് തുടങ്ങാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒട്ടനവധി ജീവിതങ്ങൾ നമുക്ക് രക്ഷിച്ചെടുക്കാനാകും. നന്ദി.